നീ എന്താ ഹരി പറയുന്നത്? ഒരു കൈയില്ലാത്ത ആ പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് നിനക്ക് എന്താ എത്ര നിർബന്ധം? കയ്യോ കാലോ ഇല്ലെങ്കിലും പോട്ടെ, ഇതിപ്പോ അതിനെ കെട്ടിയാൽ ഒന്നല്ല 3 പെമ്പിള്ളാരുടെ ബാധ്യതയാണ് നിന്റെ തലയിൽ വന്ന് വീഴുന്നത്. നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മാവൻ ഉറഞ്ഞു തുള്ളുമ്പോൾ ഹരി അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് കടുപ്പിച്ചു നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ തന്നെയാണ് ഏട്ടനെ വിളിച്ചു വരുത്തിയത്. ആവതില്ലാത്ത സമയത്ത് എനിക്കിച്ചിരി വെള്ളം കൂടി അനത്തി തരാനാണ് ഈ വീട്ടിലേക്കൊരു മരുമോള് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇതിപ്പോ മുട്ടിന് താഴോട്ട് വലത് കൈയാണ് ഇല്ലാത്തത്. അതിനെക്കൊണ്ട് എന്തിനു കൊള്ളാം? വിലാസിനിയമ്മ കത്തി കയറിയതും അത്രയും നേരം മിണ്ടാതെ നിന്നിരുന്ന അവന്റെ ശബ്ദം അവിടെ പൊങ്ങി. അമ്മേ, ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുതമ്മ. ദേ, ഈ കാണുന്ന എൻ്റെ ഈ വലത് കൈ കണ്ടോ? അതിന് പകരമാണ് മീരയുടെ വലത് കൈ പോയത്. അതിന് പകരം കൊടുക്കാൻ എനിക്ക് എൻ്റെ ജീവിതവും ജീവനും മാത്രമേ ഉള്ളൂ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മീരയായിരിക്കും എൻ്റെ പെണ്ണായിട്ട് ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അമ്മയ്ക്ക് ഇപ്പോഴും എതിർപ്പാണെങ്കിൽ അവളെയും കൊണ്ട് ഞാൻ മറ്റൊരു വീടെടുത്ത് മാറി താമസിച്ചോളാം. ശിവ, വാടാ. ഉമ്മറപ്പടിയിലിരുന്ന് ഇതെല്ലാം കേട്ടിരിക്കുന്ന അമ്മാവൻ്റെ മകൻ ശിവനെയും വിളിച്ചുകൊണ്ട് ബുള്ളറ്റ് എടുത്തവൻ പോയത് അമ്പലത്തിലെ ആൽത്തറയിലേക്കാണ്. അവിടെ ഇരുന്നവൻ ചുറ്റും നോക്കുമ്പോൾ ഇന്നത്തെ അവൻ്റെ ജീവിതം പോലെ നിശബ്ദമാണ് അവിടം. എന്നാൽ ഒരിക്കൽ അവൻ്റെ ജീവിതവും ഈ ആൽത്തറയും ഒരുപോലെ പ്രക്ഷുബ്ധമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ചോരത്തിളപ്പിൽ ഉത്സവപ്പറമ്പുകളിൽ മതിച്ചു നടന്ന ഹരി കൊണ്ടും കൊടുത്തും പാർട്ടി പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ഒരു കാലം. ഒപ്പം നാട്ടിലുള്ള പെൺകുട്ടികളെ കമന്റ് പറഞ്ഞുമൊക്കെ ജീവിതം ആസ്വദിച്ച് നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ അവൻ മീരയെയും കണ്ടിരുന്നു. എന്നാൽ അവളോട് അവന് പ്രണയം തോന്നിയില്ല. കാരണം ഹരിയുടെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടി ആയിരുന്നില്ല അവൾ. അല്പം കറുത്തു മെലിഞ്ഞ ഒരു പെണ്ണ്. അവളുടെ കണ്ണുകൾ പോലും അവനെ ആകർഷിച്ചിരുന്നില്ല. പ്രാരാബ്ദങ്ങൾക്കിടയിൽ പശുവിനെ കറന്നും കോഴിമുട്ട വിറ്റും ജീവിച്ചിരുന്ന ഒരു കൊച്ചു കുടുംബം. അവൻ്റെ വീട്ടിൽ പാല് കൊടുക്കാൻ രാവിലെ വന്നുകൊണ്ടിരുന്നതും അവളാണ്. എങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും അവൻ അവളെ ശ്രദ്ധിച്ചിരുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ശ്രദ്ധിക്കാനും മാത്രം ഒന്നുമില്ല അവൾ. ആ കൊല്ലവും പതിവ് പോലെ പൂരത്തിന് കുടികയറി. കഴിഞ്ഞ പൂരത്തിന്റെ ബാക്കി പത്രമായി ഈ കൊല്ലവും വെട്ടും കുത്തും നടക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഹരി ഉൾപ്പെടെയുള്ളവർ ജാഗ്രതയിലായിരുന്നു. പൂരത്തിന്റെ അവസാന ദിവസം എല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്നു. നാട്ടിലെ സുന്ദരികളായ തരുണീമണികൾ കുളിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ടും മുല്ലപ്പൂവും ചൂടി വരുമ്പോൾ അവർക്കിടയിൽ മീരയും ഉണ്ടായിരുന്നു. സുന്ദരികളെ വായി നോക്കി നടക്കുന്ന സമയം മീരയെ ആര് ശ്രദ്ധിക്കാനാണ്? അവൾ അവന്റെ കൺമുൻപിൽ പോലും ഇല്ലായിരുന്നു. എന്നാൽ ഒരു നിമിഷം കൊണ്ടാണ് പൂരത്തിന്റെ ഗതി മാറിയത്. എവിടെ നിന്നൊക്കെയോ ചീറിപ്പാഞ്ഞു വന്ന ആളുകൾ ഹരിയെയും കൂട്ടുകാരെയും വട്ടം ചുറ്റി. പിന്നെ അടിയായി, ചെറുത്തുനിൽപ്പായി. ആളുകൾ ചുറ്റും ചിതറിയോടി. ഓട്ടത്തിനിടയിൽ കാൽ പിഴയ്ക്കുന്നവർ അടിയുടെ ഇടയിലേക്ക് തെറിച്ചു വീണു. അവർക്കും ആ നിമിഷം ആവശ്യത്തിലധികം അടി കിട്ടി. അങ്ങനെ മീരയുടെ കാലും പിഴച്ചു. അവളും ആ ബഹളത്തിനിടയിലേക്ക് തെന്നി വീണത് പെട്ടെന്നായിരുന്നു. ആ നിമിഷം അവളുടെ കണ്ണുകൾ ഉടക്കിയത് ഹരിയുടെ വലത് കൈ ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്ന ഒരു വാളിലാണ്. ഹരിയേട്ടാ! കുഞ്ഞിലെ മുതൽ കണ്ടു പരിചയമുള്ള ഹരിയുടെ നേരെ പാഞ്ഞു വരുന്ന കൊടുവാളിൻ്റെ മുൻപിലേക്ക് ഒരു കുഞ്ഞി പെണ്ണ് ഒന്നും ആലോചിക്കാതെ ചാടിക്കയറിയത് നിമിഷ നേരം കൊണ്ടായിരുന്നു. അന്നവൾക്ക് 15-16 വയസ്സ് മാത്രം പ്രായം. അതിൻ്റെ എടുത്തുചാട്ടവുമായിരിക്കാം അവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ അവളുടെ മനസ്സിൻ്റെ നന്മ. ഹരിയുടെ വലത് കൈക്ക് പകരം അന്നവിടെ അറ്റുവീണത് അവളുടെ കുഞ്ഞു കൈയാണ്. ഒരു നിമിഷം കൊണ്ട് അവിടുത്തെ ബഹളം മുഴുവൻ നിശ്ചലമാകുമ്പോൾ ഹരി ബോധമറ്റ് കിടക്കുന്ന അവളെ താങ്ങിയെടുത്തു. നിമിഷ നേരം കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴെല്ലാം കൈവിട്ടു പോയിരുന്നു. കാരണം തിക്കിലും തിരക്കിലും പെട്ട് അവളുടെ നിലത്ത് വീണ കൈ ആളുകൾ ചതച്ചരച്ചു. ഇനി ഒരിക്കലും അത് തുന്നിച്ചേർക്കാൻ പോലും കഴിയില്ല എന്ന സത്യം അവർ അവിടെ മനസ്സിലാക്കി. മീര ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി ആയതുകൊണ്ട് അവളുടെ പ്രായം വളരെ ചെറുതായിരുന്നതുകൊണ്ടും ഹരി അന്ന് അവൻ്റെ തറവാട്ടിൽ നിന്നും കുറച്ച് പണം കൊടുത്ത് അവരെ ഒതുക്കി. അതോടെ ഹരിയും ഒതുങ്ങി. മനസ്സിനേറ്റ ആ മുറിവ് അവനെ കുറ്റബോധത്തിലേക്ക് ആഴ്ത്തിയതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സ്വയം പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തു അവൻ. 5 വർഷം അവൻ അവിടെ നാട്ടിലേക്ക് വന്നില്ല. മീരയുടെ കാര്യങ്ങൾ പിന്നീട് അവൻ തിരക്കിയില്ല എന്നത് മറ്റൊരു സത്യവും. 5 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരികെ വന്നപ്പോഴാണ് വിവാഹം കഴിക്കാൻ അമ്മ നിർബന്ധിച്ചത്. അവനും എതിർത്തില്ല. പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ ദല്ലാൾ പുറകെ കൂടൂ എന്ന് പറയുന്നത് പോലെ അവൻ്റെ തറവാട്ടിലും വന്നു ഒരാൾ. ഒരുപാട് ഫോട്ടോസ് കാണിക്കുന്ന കൂട്ടത്തിലാണ് അവൻ്റെ കണ്ണിൽ മീരയുടെ ചിത്രം തെളിഞ്ഞു വന്നത്. ഒരു നിമിഷം അവൻ ആ കണ്ണുകൾ തിരിച്ചറിഞ്ഞു. 5 വർഷം അവളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവളേറെ സുന്ദരിയായതുപോലെ. പക്ഷെ അതൊന്നും ആയിരുന്നില്ല അവൻ ശ്രദ്ധിച്ചത്. ശൂന്യമായ അവളുടെ വലതുഭാഗമായിരുന്നു. കുഞ്ഞെ, ആ ഫോട്ടോ എങ്ങ് തന്നേര്. ഇത് കോലായിപ്പുറത്തെ കുമാരൻ്റെ മൂത്ത പെണ്ണ. കുഞ്ഞിന് പറഞ്ഞാൽ അറിയും. ഒരു 4-5 കൊല്ലം മുമ്പ് പൂരത്തിനിടയിൽ വെട്ടുകൊണ്ട് ഈ കൊച്ചിൻ്റെ കൈയറ്റു പോയതാ. 18 വയസ്സായപ്പോൾ തൊട്ട്
ഇതിന് കല്യാണം ആലോചിച്ചു തുടങ്ങിയതാണ്. കൈയില്ലാത്തത് കൊണ്ടൊന്നും ശരിയാവുന്നില്ല. കൈയില്ലെങ്കിൽ കൊടുക്കാൻ വല്ല ദമ്പടി ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അത് നടന്നേനെ. ഇതിപ്പോൾ സർക്കാർ അനുവദിച്ചു കൊടുത്ത ഭൂമിയിൽ 4 ഓല വെച്ച് കെട്ടിയാണ് അതുങ്ങൾ ജീവിക്കുന്നത്. കാണാൻ വരുന്നവർക്ക് അതുകൂടി പിടിക്കണ്ടേ? കുമാരനാണെങ്കിൽ എൻ്റെ പുറകെ നടക്കുക, മോൾക്ക് പറ്റിയൊരു ബന്ധം കൊണ്ടുവരാൻ എന്നും പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ തൊട്ടിളയത് കല്യാണപ്രായമായി എവിടെ നടക്കാൻ? കയ്യും കാലും സൗന്ദര്യമുള്ള പെൺപിള്ളേർക്ക് തന്നെ ഇപ്പോൾ കല്യാണം നടക്കാൻ പാടാണ്. അപ്പോഴാ ഒരു കൈയില്ലാത്ത കൊച്ച്. കുഞ്ഞാ ഫോട്ടോ ഇതാ, അതിവിടെ പൊടി പിടിച്ചിരുന്നോട്ടെ. ദല്ലാൾ ഹരിയുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ പിടിച്ചു വാങ്ങുമ്പോൾ അവൻ്റെ 2 തുള്ളി കണ്ണുനീർ കൂടി ആ ഫോട്ടോയിലേക്ക് ഇറ്റ് വീണ് കഴിഞ്ഞിരുന്നു. എനിക്ക് ഈ പെൺകുട്ടിയെ മതി. അന്നവൻ തറവാട്ടിൽ ഉറക്കെ പ്രഖ്യാപിച്ചതിൻ്റെ ഫലമാണെന്ന് അമ്മാവൻ്റെ വരവ്. ദല്ലാൾ വഴി മീരയുടെ വീട്ടിൽ കാര്യങ്ങൾ അവൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഹരിയും തീരുമാനം എടുത്തു കഴിഞ്ഞു. എടാ ഹരി, നീ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെയാണോ നിൽക്കുന്നത്? ആൽത്തറയിലേക്ക് ഹരിക്കൊപ്പം ചാടിക്കയറി ഇരുന്നുകൊണ്ട് ശിവൻ ചോദിക്കുമ്പോൾ ഹരി ചിരിച്ചു. എന്താ സംശയം? ഇതൊരു സിമ്പതിയുടെ പുറത്ത് തോന്നിയതല്ലടോ. ഞാനിത് അന്നേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്തോ അവളന്ന് കൊച്ചുകുട്ടിയായിരുന്നല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു ചിന്ത കടന്നുകൂടാഞ്ഞത്. ഇന്നവൾക്ക് വിവാഹപ്രായം എത്തി. എനിക്ക് വേണ്ടിയാണ് അന്നവളുടെ കൈയറ്റ് പോയത്. അതിനു പകരം ഞാനല്ലാതെ ആരാടോ അവൾക്ക് വലങ്കൈയാകേണ്ടത്? ഹരിയുടെ ചോദ്യം കേട്ട് ശിവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുമ്പോൾ അകത്തെ കോവിലിൽ നിന്നും ദീപാരാധനയുടെ മണിനാദം പുറത്തേക്ക് വന്നു. 2 പേരും എഴുന്നേറ്റ് നിന്ന് തൊഴുത് കണ്ണു തുറക്കുമ്പോൾ ഗേറ്റ് കടത്ത് അകത്തുനിന്നും വരുന്ന മീരയെയും അവളുടെ 2ാമത്തെ അനിയത്തി സീതയും. ദാവണി കൊണ്ട് മൂടിപ്പുതച്ച വലതുവശം മറയ്ക്കാൻ പാടുപെട്ടുകൊണ്ട് ഹരിയെ കണ്ടതും അവൾ കണ്ണുകൾ താഴ്ത്തി. ആ നിമിഷം ഹരി അവളുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ സീതയ്ക്ക് നാണം വന്നു. അവൾ പതിയെ മീരയൊന്ന് തട്ടി. ദേ മീരച്ചി, ഹരിയേട്ടൻ. ആ നിമിഷം ഒരു പിടപ്പോടെ അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ഇത് വേണോ ഹരിയേട്ടാ? എടുത്തു ചാടി എടുത്ത തീരുമാനമല്ല, നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പെട്ടെന്ന് ഹരി പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ആവാതെ മീര ഒരു നിമിഷം നിന്നു. അതേടോ, നന്നായി ആലോചിച്ച് തന്നെയാണ് ദല്ലാളെ അങ്ങോട്ട് വിട്ടത്. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ മീര ശ്വാസം ഒന്ന് എടുത്തു വിട്ടു. ഒരു കൈയില്ല എന്ന പോരായ്മ മാത്രമല്ല എനിക്കുള്ളത്. എനിക്ക് താഴെ 2 പേര് കൂടിയുണ്ട്. ഇവരുടെ പ്രാരാബ്ദം കൂടി ഹരിയേട്ടൻ്റെ തലയിലാകും. പിന്നെ അതൊരു കണ്ണുകടിയാകും. മീര പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം ഒരു വശത്ത് കടല വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്നും ഒരു പൊതി കടലയും വാങ്ങിക്കൊണ്ട് ശിവൻ അവരുടെ അടുത്തേക്ക് വന്നു. അതോർത്തപ്പോൾ എങ്ങൾ പേടിക്കണ്ട. ദേ, ഈ കൊച്ചിൻ്റെ കാര്യം ഞാനെങ്ങേറ്റു. ഇവിടെ എനിക്ക് കെട്ടിച്ചു തന്നാൽ പിന്നെ ആ പ്രശ്നം സോൾവ് ആയില്ലേ? എന്നാ കടല. സീതയുടെ നേരെ കടലയും നീട്ടിക്കൊണ്ട് ശിവൻ പറയുമ്പോൾ സീത കണ്ണു തള്ളി നോക്കി. എന്താ, എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടൊക്കെ എനിക്കുണ്ട്. പെണ്ണ് കെട്ടി അവളുടെ സ്ത്രീധനം വാങ്ങി ജീവിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കൂടെ പോരുന്നെങ്കിൽ ഇന്നാ. വീണ്ടും കടല നീട്ടിക്കൊണ്ട് അവൻ പറയുമ്പോൾ സീതയും അവൻ്റെ കയ്യിൽ നിന്നും ചെറിയ നാണത്തോടെ ആ കടലപ്പൊതി വാങ്ങി. ഇത് പോരേടോ, നാളെ തന്നെ അമ്മയും അമ്മാവനും അങ്ങോട്ട് വരും. പിന്നെ 2 പേരും ഞങ്ങളുടെ തറവാട്ടിലേക്ക് പോരാൻ തയ്യാറായിരുന്നു. നിങ്ങളെ കൈവിടാനല്ല, കൂടെ ചേർത്ത് പിടിക്കാനാണ് ഞങ്ങൾ വന്നത്. ചെറിയ ചിരിയോടെ ഹരി പറയുമ്പോൾ പിന്നെ അതിനെ എതിർക്കാൻ തോന്നിയില്ല മീരയ്ക്കും. ചെറിയ നാണത്തോടെ 2 പേരും അവിടെ നിന്നും പോകുമ്പോൾ ബുള്ളറ്റിൽ കയറിയിരുന്ന് ഹരി പുറകോട്ട് നോക്കി. നീ എന്ത് ധൈര്യത്തിലാണ് ആ പെൺകുട്ടിയെ കെട്ടാന്ന് പറഞ്ഞത്? അമ്മാവ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ കാര്യത്തിൽ തന്നെ അവിടെ ഇടംതെരുവിൽ നിൽക്കാണ് 2 പേരും. ഹരി പറയുമ്പോൾ ശിവൻ ഉറക്കെ ചിരിച്ചു. അല്ലേലും അയാൾക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് കുറച്ച് നാളുണ്ട് ഞാൻ വിചാരിക്കുന്നു. എവിടെ നിന്നെങ്കിലും ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ പെണ്ണ് പോരാ, സ്ത്രീധനമില്ല, പെണ്ണിൻ്റെ അമ്മയുടെ മൂക്കുത്തിയുടെ കല്ലിൻ്റെ വലിപ്പം പോരാ, ഇതൊക്കെ പറഞ്ഞ് അങ്ങേര് മുടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അയാൾക്കിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല പണിയാണ് ആ പോയത്. നീ അച്ഛൻ്റെയും അപ്പച്ചിയുടെയും കാര്യം നോക്കണ്ട, അവരെ പറഞ്ഞ് നമുക്ക് സമ്മതിപ്പിക്കാം, വണ്ടിയെടുക്ക്. ശിവൻ ഹരിയുടെ പുറത്ത് തട്ടിക്കൊണ്ട് പറയുമ്പോൾ 2 പേരുടെയും കണ്ണുകൾ അവരിൽ നിന്നും മറഞ്ഞു പോകുന്ന ആ പെൺകുട്ടികളിലായിരുന്നു. ഇന്നെല്ലാവരുടെയും ആശീർവാദത്തോടെ 2 കല്യാണവും ഒരേ പന്തലിൽ വെച്ച് നടന്നു. മീരയുടെ വലതു കൈക്ക് പകരം അവളുടെ വലതുവശം മുഴുവനും ഹരി ഏറ്റെടുത്തുകൊണ്ട് അവളെ ചേർത്ത് നിർത്തുമ്പോൾ അന്നോളം എതിർത്ത അവൻ്റെ അമ്മയുടെ കണ്ണുകൾ പോലും നിറഞ്ഞുപോയി. വാ മക്കളെ, എൻ്റെ മോൻ്റെ ജീവൻ ഒരിക്കൽ തിരിച്ചു തന്ന നീ തന്നെയാണ് ഈ വീടിൻ്റെ വിളക്ക്. 2 കൈകൾ കൂട്ടിപ്പിടിച്ച് വിളക്കെടുത്ത ആ തറവാട്ടിലേക്ക് അവൾക്ക് കയറാൻ കഴിയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ആ അമ്മ തന്നെ വിളക്കെടുത്ത് മുൻപിൽ നടന്നപ്പോൾ ഒരിക്കൽ ഹരിയുടെ ജീവിതത്തിന് വെളിച്ചമേകിയവൾ വലതുകാൽ വെച്ച്
അവനൊപ്പം ആ വീട്ടിലേക്ക് കയറി. ഇനി ഹരിയുടെ പാതിയായി മീര എന്നും കൂടെയുണ്ട്. അവരുടെ ജീവിതം ഇവിടെ തുടങ്ങുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.